എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലറായിട്ട് രാവിലെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടുക, മുടി കൊഴിച്ചിലുണ്ടാവുക, ഒരു റെഗുലർ ആക്ടിവിറ്റീസ് നമ്മുടെ ദിനചര്യ പോലും കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരിക. ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഓഫീസിലോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലോ വീട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊന്ന് ഇരിക്കണം, കിടക്കണം, അല്ലെങ്കിൽ നമ്മളത് മടി എന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയും അവർക്ക് മടിയാണെന്ന്. അങ്ങനെയല്ല, നമുക്ക് ക്ഷീണം ഭയങ്കരമായിട്ട് തോന്നുക. പ്രത്യേകിച്ചും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ചു നേരം കൂടെ കിടക്കാം, അല്പസമയം കൂടെ കഴിയട്ടെ, ഇങ്ങനത്തെ ഫീല് നമുക്ക് ഡേ ടൈം മുഴുവനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആവാം. ചിലർ പറയും നമുക്ക് ഏജ് ആയതിൻ്റെ പ്രശ്നമാണ്. ചിലർക്ക് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഒരാളുടെ സഹായമില്ലാതെ സ്റ്റെപ്പ് കയറാൻ പറ്റാതിരിക്കുക, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുക, ഭയങ്കരമായിട്ട് മസിൽ പെയിൻ എടുക്കുക, ബാക്ക് പെയിൻ എടുക്കുക, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക. സോ ഇതെല്ലാം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആവാൻ സാധ്യത വളരെയേറെയാണ്. നമ്മൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാണ്ടിരിക്കുക. നമ്മൾ 2 ബ്ലഡ് ടെസ്റ്റാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒന്ന് വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്യുക, നെക്സ്റ്റ് കാൽഷ്യം ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. സോ അത് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടില്ല, അധികം വെയിൽ കൊള്ളാത്തവരാണെങ്കിൽ. സോ അത് കുറവാണെങ്കിൽ നമ്മളത് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ് നമ്മൾ ഉറപ്പായിട്ട് എടുക്കണം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കാൽഷ്യം എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഫുഡ് വഴി നമുക്ക് ഫില്ല് ചെയ്യാമെന്നുണ്ടാണ്. ഒരുപാട് ഫുഡുകളൊന്നല്ല ഞാൻ പറയുന്നത്, 1-2 ടൈപ്പ്, ഒരു പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ കുതിർത്ത് കഴിക്കാൻ പറ്റുന്ന 1-2 ടൈപ്പ് മാത്രമാണ് കേട്ടോ. നമ്പർ 1 എന്ന് പറയുന്നത് മഖാന, താമരയുടെ വിത്ത്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം അത്യാവശ്യം സുലഭമാണ് നമുക്ക് കിട്ടാനായിട്ട്. ഈ താമര വിത്ത് നമ്മൾ നല്ല രീതിയിൽ ഓവർനൈറ്റ് ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇതിനെ നമുക്ക് സോക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വെള്ളവും നമുക്ക് കുടിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു സ്നാക്സ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി പൗഡർ ഫോം ആക്കുവാണെങ്കിൽ പ്രഗ്നൻസി ലേഡീസ്, കുഞ്ഞുങ്ങൾക്കും ഇത് പൗഡർ രൂപത്തിൽ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് omega-3 ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യുക, നമുക്ക് സ്മൂത്തീസോ അല്ലെങ്കിൽ നോർമൽ ഫുഡ്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിക്പിയാസ്, നമ്മുടെ കടലക്കറി കഴിക്കുന്ന കടലയില്ലേ, അത് തന്നെയാണ്. ഇത് നമ്മൾ കടലക്കറി മാത്രമല്ല, ഇതിനെ ഒന്ന് മുളപ്പിച്ചിട്ട് കുതിർത്തിട്ട് മുളപ്പിച്ചാൽ അത്രയും നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യം മീറ്റ് ചെയ്യും. സോ ഇതും ബോയിൽ ചെയ്ത് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പറയുവാണെങ്കിൽ ആൽമണ്ട്സ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഗുഡ് കൊളസ്ട്രോൾ കിട്ടാനുള്ളൊരു നല്ല മാർഗ്ഗമാണ്. HD, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, നല്ല രീതിയിൽ മീറ്റ് ആവും. ഇതുപോലെ തന്നെ ഇതിൽ മഗ്നീഷ്യം ഉണ്ട്, നല്ല രീതിയിലുള്ള കാൽഷ്യം നമുക്ക് ഇൻടേക്ക് ചെയ്യും. ഒരു 5-6 ഭേദം തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അടുത്തതായി പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ് പോലെ തന്നെ കാൽഷ്യവും ഹൈ ആൻറ്റി ഓക്സിഡൻസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ നമുക്കിത് കുതിർത്ത് വെച്ചും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പൊടിച്ച് ആ ഫോമിൽ, കുഞ്ഞുങ്ങളുടെ പോറിഡ്ജ് ഫോമിലും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. മുതിർന്നവരാണ്, നല്ല വയസ്സായ ആൾക്കാരാണെങ്കിൽ, നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല, പല്ലൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓഫ് കോഴ്സ് ഇത് കുതിർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ പൗഡർ ഫോമിൽ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിസമൻ സീഡ്, എള്ള്. നമ്മുടെ വെളുത്ത എള്ളും കറുത്ത എള്ളും യൂസ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ കാൽഷ്യം നമുക്ക് മീറ്റ് ആവും. ഇത് ഏത് ഫോമിൽ വേണമെങ്കിലും കഴിച്ചാലും ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. എന്നാൽ ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഇതിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. നെക്സ്റ്റ് ഡേ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് തിളപ്പിക്കാം. ജസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ ഒരു ഹെർബൽ ടീ പോലെയൊക്കെ നമുക്ക് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കുടിച്ചാലും ഇതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. സോ ഇത്രയും നമുക്ക് റെഗുലറായിട്ട് ഒരു 1 വീക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ മാറ്റം എന്നുള്ളത്, ക്ഷീണമൊക്കെ ഒന്ന് മാറിയോ എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, നമ്മുടെ ഈ ഒരു കാൽഷ്യം എന്ന് പറയുന്നത് നമുക്ക് ബോണിനെ മാത്രമല്ല കേട്ടോ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിനെ നമ്മൾ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, ഈവൻ നമ്മുടെ മൂഡിനെ വരെ അഫക്റ്റ് ചെയ്യും കേട്ടോ. സോ കാൽഷ്യം എന്ന് പറയുന്നത് ബോൺസിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ഓവറോൾ ബോഡിക്ക് മൊത്തത്തിലുള്ളതാണ്. സോ കാൽഷ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മറക്കരുത്. ഇനി ഒരു ദിവസം അധികമായിട്ട് ടീ കോഫി നമ്മൾ എടുക്കുന്നത്, എക്സസൈസ് ഇല്ലാത്തത്, അതുപോലെ സൺലൈറ്റ് കൊള്ളാത്തത്, ഇതെല്ലാം തന്നെ കാൽഷ്യം വീണ്ടും കുറയ്ക്കും. സോ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇതുപോലെ കാൽഷ്യം കുറവാണെന്ന് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പരാതി പറയുന്നത്, എപ്പോഴും ബോഡി പെയിൻ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.